Oh guys, welcome to Edupod again. This is me Mazin here. Geography ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് അല്ല, സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണ് പരീക്ഷ വരുമ്പോൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിച്ചാൽ ഫുൾ മാർക്ക് മേടിക്കാം. ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങളായിട്ട് ഞാൻ വരുന്നത് കണ്ടിരുന്നോണം. ഓക്കെ, കാരണം നമുക്ക് മുഴുവൻ മാർക്ക് മേടിക്കാനുള്ളത്. ജോഗ്രഫിയിൽ 60 എന്നൊരു സ്കോർ ഹ്യൂമാനിറ്റീസുകാർക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കും പിള്ളേരെ. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ? യെസ്, പ്രൈമറി ആക്ടിവിറ്റീസിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. എന്താണ് ആ ചോദ്യം? പ്രൈമറി ആക്ടിവിറ്റീസ്, നമ്മുടെ 4ാമത്തെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്റർ. എന്താണ് ആ ചോദ്യം? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 1 കോടി രൂപയുടെ ആദ്യത്തെ ചോദ്യം, 60 മാർക്കിലേക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാ. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ട്രക്ക് ഫാമിംഗ് ആൻഡ് ഫാക്ടറി ഫാമിംഗ്. 2 ഐറ്റം കൃഷി, 2 തരം കൃഷി രീതികൾ അല്ലെ. എന്താണ്? ഒന്ന് ട്രക്ക് ഫാമിംഗ് ആണ്. ട്രക്ക് ഫാമിംഗ്, ട്രക്ക്. യെസ്, ഫാക്ടറി ഫാമിംഗ് ഒരു ബിൽഡിങ്ങിനകത്തല്ലേ. അപ്പൊ ഈ ഫാക്ടറി ഫാമിംഗ് ട്രക്ക് ഫാമിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇതിന്റെ ആൻസർ എവിടെ നിന്ന് കിട്ടും? നമ്മൾ പഠിച്ചതാണ്. ട്രക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ട്രക്ക്, ദാറ്റ്സ് ഇറ്റ്. അതാണ് മനസ്സിക്കൊണ്ടിരുന്നത്. ട്രക്ക് എന്ന് കേട്ടാൽ ട്രക്ക് തന്നെ മനസ്സിക്കൊണ്ടിരണം. ഓക്കെ, ട്രക്ക് ഫാമിംഗില് എന്താ ചെയ്യുന്നത്? വെൻ ഫാമേഴ്സ് concentrate on vegetable cultivation only is known as truck farming. ഇവരെന്താ ചെയ്യാം? വെജിറ്റബിൾ കൾട്ടിവേഷൻ മാത്രമായിരിക്കും ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നാട്ടില് നമ്മുടെ പെട്ടി ഓട്ടോയിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചീര, മുരിങ്ങ, പച്ചക്കറികൾ അത് ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചേട്ടന്മാർ വരാറില്ലേ? ഇതാണ് ട്രക്ക് ഫാമിംഗ്. ഇതെന്താ ചെയ്യുന്നവര്? ആ പച്ചക്കറി അവരുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത്, അല്ലെങ്കിൽ അത് എവിടുന്നാണോ കളക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിളവെടുത്തിട്ട് അന്നേ ദിവസം തന്നെ, അല്ലെങ്കിൽ അത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ അവിടെ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും അത്. ഇല്ലെങ്കിൽ അത് വാടിക്കുഴഞ്ഞ ചീരയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുമോ? ഇല്ല. യെസ്, ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ വെജിറ്റബിൾസ് എല്ലാം എന്ത് ചെയ്യുക? ഡയറക്റ്റ് പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു നൈറ്റ് കൊണ്ടൊക്കെ തന്നെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ട്രക്ക് ഫാമിങ്ങിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് ട്രക്ക് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ട്രക്ക് ഫാംസ് ആർ സിറ്റുവേറ്റഡ് ഇൻ റീജിയൻസ് വിച്ച് ക്യാൻ ബി റീച്ച്ഡ് ഓവർ നൈറ്റ്. കണ്ടോ, രാത്രി ഒറ്റ രാത്രി കൊണ്ട് എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇത്തരം സെയിലുകൾ നടക്കുക. അപ്പൊ ട്രക്ക് ഫാമിങ്ങിനുള്ള സ്ഥലങ്ങളായിരിക്കും നടക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ? പച്ചക്കറികൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ലോറികളിൽ ചന്തകളിൽ എത്തിക്കുന്നു. മാർക്കറ്റിലെ മണിക്കൂറുകൾക്കുള്ളിൽ എത്തിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്തുവാ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രഷ്നെസ് മിസ്സാവാതെ ഫ്രഷായ സാധനം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആര് ട്രൈ ചെയ്യുന്നുണ്ട്? ട്രക്ക് ഫാമിംഗ് ആ ഒരു കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ട്രക്ക് എന്ന് കേട്ടാൽ ഇത് ഓർമ്മ വരണം. കൃഷിയിടം, വിളവെടുക്കുന്നു, ലോറിയിൽ കയറ്റുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു. സെറ്റാണ്. യെസ്. പിന്നെന്താ മറ്റൊരു സാധനം പറഞ്ഞ നമ്മളോട്? ഫാക്ടറി ഫാമിംഗ് ആ പറഞ്ഞേ. ഫാക്ടറി ഫാമിംഗ് എന്താണ്? ഫാക്ടറി ഫാമിംഗ് ഫാക്ടറി മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഫാക്ടറി, ഒരു വലിയ ഫാക്ടറി. ആ ഫാക്ടറി ഫാമിങ്ങിന് എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഇതായിരിക്കും നിങ്ങളുടെ ചിന്ത അല്ലേ? യെസ്, ഫാക്ടറി ഫാമിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിൽ എന്താ പ്രത്യേകത? ഇതന്നെ സംഗതി. ആ ഒരു ഫാക്ടറി നിർമ്മിച്ചിടുന്നു, എന്നിട്ട് അതിന്റെ പല ഫ്ലോറുകളും തട്ടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഫ്ലോറുകളും തട്ടുകളൊക്കെ ആയിട്ട് തിരിച്ച ആ ഒരു ഫാക്ടറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പലതരത്തിലുള്ള കന്നുകാലികളോ മറ്റോ ഒക്കെ എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടറി ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഫാക്ടറി ഫാമിംഗ് അനദർ ഫോം ഓഫ് ഫാമിംഗ് ഫൗണ്ട് ഇൻ ഇൻഡസ്ട്രിയൽ റീജിയൻ ഓഫ് യൂറോപ്പ്. എവിടെയാണത് ഫൗണ്ട് ചെയ്യുന്നത്? യൂറോപ്പിന്റെ വ്യവസായശാലകളൊക്കെ സ്ഥിതി ചെയ്യുന്ന വ്യാവസായിക മേഖലയിൽ, ഇൻഡസ്ട്രിയൽ റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന് പ്രത്യേകത എന്താ? പോൾട്രി ആൻഡ് കാറ്റിൽ റിയറിംഗ് ആർ ഡൺ ഇൻ സ്റ്റാൾ പെൻസ്. അതായത് മെയിൻ ആയിട്ട് പോൾട്രി ആൻഡും കാറ്റിൽ റിയറിംഗും ആണ്. നോക്കൂ, കന്നുകാലികളുടെ വളർത്തലും അതേപോലെ പോൾട്രി ഫാമിങ്ങും, അതായത് കോഴി ഫാമില്ലേ, അതൊക്കെ എന്താ ചെയ്യുക? അതൊക്കെ ഫാക്ടറികളല്ലേ. അതായത് കെട്ടിടം പണിതിട്ട് കെട്ടിടത്തിനുള്ളിലല്ലേ ഇത് ചെയ്യുന്നത്. വലിയ തോതിൽ, നമ്മുടെ നാട്ടിൽ ചെറിയ തോതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വലിയ തോതിൽ ഇത് വരുമ്പോൾ വലിയ ഹൈറ്റുള്ള കെട്ടിടങ്ങൾ ഇതിന് വേണ്ടി വരും. അല്ലാതെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പരത്തിയിടുന്നേക്കാൾ എളുപ്പമല്ലേ? ഒരുപാട് സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂല ഇത്തരത്തിൽ ഫാക്ടറി ആണെങ്കിൽ. ഫാക്ടറിയിലുള്ള സംവിധാനങ്ങൾ കാണണമെന്നല്ലേ ഉള്ളൂ. യെസ്, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്ടറി ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു ഫാക്ടറി പണിതിട്ട് അതിൽ കോഴി വളർത്തൽ നടത്തുക, അതിൽ ആട് വളർത്തൽ നടത്തുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക?
നമ്മൾ ഫാക്ടറി ചിലപ്പോൾ അവിടെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടാവുക. ഫാക്ടറി നമ്മൾ പറയുമ്പോൾ ഒരു കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി അല്ലെങ്കിൽ ഇരുമ്പുരുക്കുന്ന ഫാക്ടറി ഒന്നും എന്ത് ചെയ്യരുത്, മൈൻഡിലേക്ക് കൊണ്ടുവരരുത്. ഇത്തരത്തിലൊരു ഫാക്ടറി വേണം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ. ദിസ് ഈസ് ഫാക്ടറി ഫാമിംഗ്. ഇതാണ് ഫാക്ടറി ഫാമിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. A close watch is kept toward of all disease from this factory farms. Factory farming required heavy investment in buildings, machinery, heating and lighting systems in 24/7 veterinary services. അതായത് 24 മണിക്കൂറും അവിടെ വളർത്തുന്ന ജീവികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഉതകുന്ന രീതിയിൽ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, നല്ല ബിൽഡിങ് നോക്കൂ, അതേപോലെ നല്ല മെഷീനറീസ്, ഇവരുടെ ആടിൻ്റെ പശുവിൻ്റെ ഒക്കെ എന്ത് ചെയ്യണം, പാല് കറവയ്ക്ക് വേണ്ടിയിട്ടും അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല മെഷീനറീസ്, അതേപോലെ ഹീറ്റിങ്, അവിടെ അവർക്ക് വേണ്ട ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഇവർക്ക് അസുഖങ്ങൾ വരും, ചത്തുപോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടെമ്പറേച്ചറൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ആവശ്യത്തിന് വെളിച്ചം കിട്ടാനുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങൾ, ഇതൊക്കെ 24/7 അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വെറ്റിനറി ഫെസിലിറ്റീസ്, മറ്റേ മെഡിസിനൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലും അസുഖം വന്ന് ചികിത്സിക്കാൻ സംവിധാനങ്ങളൊക്കെ, ഇതൊക്കെ അവിടെ സജ്ജീകരിച്ചിരിക്കണം. അല്ലാണ്ട് എപ്പോഴും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഫാക്ടറിയിൽ നിന്ന് മേലത്തെ 13ാമത്തെ നിലയിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് പശുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അടക്കം എന്ത് ചെയ്യണം, ഇവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് ഫാക്ടറി ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറി ഫാമിംഗ് ഒരു കെട്ടിടത്തിനുള്ളിലെ സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ, ട്രക്ക് ഫാമിംഗ് ആ ഒരു പറമ്പിൽ നിന്ന് എവിടെ നിന്നാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർവെസ്റ്റ് ചെയ്യുന്ന വിളവെടുക്കുന്നത്, അവിടെ നിന്ന് അത് ആളുകളിലേക്ക് ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ട്രക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് കിട്ടിയല്ലോ. യെസ്, കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട് എജുപോർട്ടിൻ്റെ ലൈവ് സ്ട്രീമിങ്ങിൽ. ഓക്കെ, അപ്പോൾ ലൈവിലേക്ക് നിങ്ങളും ഫ്രണ്ട്സും എല്ലാവരും വരിക, നമുക്ക് ആഘോഷമാക്കാം ലൈവ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊളിച്ചേച്ചും വരാം. ഓണം എക്സാം നമ്മൾ തകർത്തിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ദിസ് ഇസ് മീ മാസിൻ സൈനിങ് ഓഫ്. ബൈ ബൈ.